ഒരുപാട് കലയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് തായങ്ങാടി എന്ന് പലപ്പോഴും. കലയെ സ്നേഹിക്കുന്നതെന്ന് മാത്രമല്ല, ഓരോരുത്തരും കലാകാരന്മാരാണ്. പിന്നെ ഓരോരുത്തരും പ്രൊഫഷണലായിട്ട് രംഗത്തില്ല എന്നല്ലാതെ അവരുടേതായിട്ടുള്ളൊരു ഇൻഫ്രെയിമിൽ ക്ലബ്ബുകൾ, രാത്രി ഈ മെഹഫിൽ നടക്കുന്ന ക്ലബ്ബുകളായിക്കോട്ടെ, പിന്നെ അതിനേക്കാൾ ഉപരി ശരിക്ക് വലിയ വലിയ മ്യൂസിഷ്യനൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഓരോ കൂട്ടുകാരുണ്ടാവും, കമ്പനിക്കാർ, ഒരു ഗ്യാങ്, അവരൊക്കെ മുട്ടിപ്പാടുന്ന പാട്ടുകൾ, ഈ ബെഞ്ചിനൊക്കെ മുട്ടുന്ന താളം, അതിൻ്റെ ശരിക്ക് അവർ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാർ എന്തൊക്കെ അതിൻ്റെ വശങ്ങൾ ഉപയോഗിക്കും, നല്ല നല്ല മർമ്മങ്ങൾ, അതൊക്കെ ഈ ബെഞ്ചിന് മുട്ടി വായിക്കുന്ന സമയത്ത് അതൊക്കെ വരും. താളത്തിലായിക്കോട്ടെ, സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ. ഞങ്ങൾക്ക് തായങ്ങാടിക്കാർക്ക് അതൊരു പുതുമയല്ല. പക്ഷെ പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഇരുന്ന് കുറേ കമ്പനിയായിട്ട് ഇരുന്ന് മുട്ടിപ്പാടുന്ന കേൾക്കുമ്പോൾ അവിടെ നിന്ന് പോകാൻ അവർക്ക് മനസ്സുണ്ടാവില്ല. അപ്പോൾ അത് നാടിനെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. പിന്നെ രാജു ഖാൻ്റെ അധിക ഇൻ്റർവ്യൂകളിലും എല്ലാ സംസാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഉപ്പാൻ്റെ കാര്യം അറിയാം, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ സഹോദരിമാർ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൾഫിലൊക്കെ പോയിട്ട് ഹോം സിക്നെസ് കൊണ്ടിട്ട് തിരിച്ച് പെട്ടെന്ന് വന്ന ആളാണ്. അപ്പോൾ കുടുംബമായിട്ടുള്ളൊരു ആരൊക്കെയാണ്? ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, അങ്ങനെ വരുമ്പോൾ? ഇല്ല, ശരിക്കും എൻ്റെ 15 വയസ്സിന് ശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ എനിക്ക് കൂടുതൽ കാണുവാനും അടുക്കുവാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. അതുവരെ ഉപ്പ എൻ്റെ ഒരു 15 വയസ്സ് വരെയുള്ള സമയത്ത് ഉപ്പ പ്രവാസ ലോകത്തായിരുന്നു. പിന്നെ എൻ്റെ 2 ജ്യേഷ്ഠന്മാർ, അവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് പാടും, നല്ല കലാകാരന്മാരാണ്. ഞാനെന്ന ഒരു അനുജനോട് അവർ കാണിച്ച ഏറ്റവും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം